നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ചാമ്പക്ക ചമ്മന്തിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇന്ന് ചാമ്പക്ക തന്നെയല്ലേ പറയാ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇതുകൊണ്ടൊരു കിടിലൻ ചമ്മന്തി, നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ കുറച്ചൊരു പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ചാമ്പക്ക ചമ്മന്തിക്ക് ആദ്യമായി വേണ്ടത് ചാമ്പക്കയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 എണ്ണാണ് എടുത്തിരിക്കുന്നത്. 8ഓ 10ഓ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ്, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടതെന്നറിയോ, 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് കൂട്ടുമൊക്കെ ചെയ്യാം. പിന്നെ ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി വേണം. പിന്നെന്താ, ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് സംഭവം സിമ്പിളാണ്. നമ്മൾ ഏതൊരു ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ മിക്സിയുടെ ജാർ എടുക്കുന്നു, ചാമ്പക്ക മുഴുവനായിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം, ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ഒന്ന് പൊട്ടിച്ച് ഇതിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞാൽ പെട്ടെന്ന് അടിഞ്ഞു കിട്ടുമല്ലോ, അതുകൊണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ചമ്മന്തിയുടെ ഒരു പരുവില്ലേ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാന്ന് പറയും, അതുപോലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചമ്മന്തി വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാമ്പക്ക ചമ്മന്തി. ഒരു ഇത്തിരി പുളിയും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ചാമ്പക്കൊക്കെ വീട്ടിലുള്ളവർ ആണെങ്കിൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.